നമുക്കറിയാം, നേരത്തെ എല്ലാം സൂചിപ്പിച്ച പോലെ ജോസേട്ടനോട് ഒരുപാട് കാലത്തെ ബന്ധമാണ് ഞാനുമായിട്ടുണ്ടായിരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം എപ്പോഴും 8 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്നെ എടാന്നാണ് വിളിക്കുക. ഈ 8 കാര്യങ്ങൾക്കെതിരെ നമ്മൾ നിരന്തരം പോരാടണം. ആത്മാവ്, സ്വർഗം, നരകം, ദൈവം, പിശാച്, ദൈവം, ജാതി, മതം തുടങ്ങിയ 8 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും തികച്ചും നാടൻ ശൈലിയിലാണ് അദ്ദേഹം സംസാരിക്കാറ്. അദ്ദേഹത്തെ സംസാരം തുടങ്ങിയാൽ തന്നെ ആൾക്കാർ എന്നെ തടിച്ചു കൂടുന്നത് എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ 8 കാര്യങ്ങൾക്കെതിരെ അവസാനം വരെ പടപൊരുതിയ അദ്ദേഹം 82ാമത്തെ വയസ്സിലാണ് നമ്മോട് വിട പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 10ാം ചരമവാർഷികം ഈ കഴിഞ്ഞ 12ാം തീയതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുസ്മരണങ്ങൾ ഉചിതമായ രീതിയിൽ നമുക്ക് ഒരിക്കൽ നടത്തി പിന്നീട് നടത്താൻ സാധിച്ചില്ല എന്നുള്ള ഏറ്റവും ഖേദത്തോടെയും ക്ഷമാപണത്തോടും കൂടി ഇവിടെ ഞാൻ പറയുകയാണ്. ഇനി വരും വർഷങ്ങളിൽ ശ്രദ്ധേയമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ അനുസ്മരണങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ നടത്തും എന്ന് ഇവിടുത്തെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ജോസേട്ടനെ കുറിച്ച് സംസാരിച്ച് 2 വാക്കുകൾ കൂടി പറഞ്ഞു നിർത്താം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആദർശം നടപ്പാക്കുന്നതിന് വേണ്ടി ദേവകി എന്ന ഒരു അന്യമതസ്ഥയായുള്ള സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. അത് മറ്റൊരു ജാതിയിൽപ്പെട്ട താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജോസേട്ടന് പല സമയങ്ങളിലും ആ ജാതിപ്പേര് വെച്ചുകൊണ്ടുള്ള വിളി കേൾക്കേണ്ട അവസരമുണ്ടായിട്ടുണ്ട്. ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കാമെന്ന ഒരു ചെറുപ്പക്കാരനെ ധീരമായി നേരിട്ട ആ ഒരു കഥ കൂടി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സ്വാമിയുടെ തൃശ്ശൂർ റൗണ്ടിലുള്ള പെട്രോൾ പമ്പിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. എല്ലാ നിലയ്ക്കുമുള്ള ഒരു ബഹുജന ബന്ധം പങ്കാളിത്തം അദ്ദേഹം അവിടെ ആ പമ്പിലിരുന്നു കൊണ്ട് തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. നല്ലൊരു വിശ്വാസിയായിരുന്നു അദ്ദേഹം. വീട്ടിൽ കൊന്തയും മറ്റെല്ലാ കാര്യങ്ങളിലും കൃത്യമായി മൂത്ത മകൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിരുന്ന അദ്ദേഹമാണ്. 15ാമത്തെ വയസ്സിൽ അദ്ദേഹം പനി പിടിച്ച് മാസങ്ങളോളം കിടന്ന് എഴുന്നേറ്റപ്പോഴാണ് അദ്ദേഹം ഒരു നിരീശ്വരവാദിയായി അല്ലെങ്കിൽ യുക്തിവാദിയായി പുനരുജ്ജീവിച്ചത് എന്ന കാര്യം അദ്ദേഹം കൃത്യമായി നമ്മളോടൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ അവാർഡ് അർഹമായിട്ടുള്ള ജബ്ബാർ മാഷുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം ഒരുപാട് വർഷങ്ങളുടെ നീണ്ട ബന്ധമാണ്. തികച്ചും അവാർഡ് നിർണയ കമ്മിറ്റി ഞാനും അടങ്ങുന്നതാണ് ആ കമ്മിറ്റിയിൽ നമ്മൾ പേരുകൾ ചോദിച്ചപ്പോൾ ജബ്ബാർ മാഷയുടെ പേരൊഴികെ ബാക്കി ഒരു പേരും അവാർഡ് നിർണയത്തിനായി വന്നില്ല എന്നുള്ള കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും കൂടുതലായി നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അതായി നമ്മുടെ ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് സംസാരിക്കും. അദ്ദേഹം കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്നു. ഇപ്പോൾ സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ അധ്യക്ഷൻ കൂടിയാണ്. നമ്മുടെ എല്ലാ വേദികളിലും നമ്മളൊരു കുടുംബാംഗമായി പങ്കെടുക്കുന്ന ധർമ്മരാജ് സാറെ ഏറ്റവും ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ജോസേട്ടൻ്റെ പേരിലുള്ള ആദ്യത്തെ പുരസ്കാരം ജബ്ബാർ മാഷക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ പുരസ്കാരം ഏർപ്പെടുത്തിയ യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തകരോടും ജോസേട്ടൻ്റെ കുടുംബാംഗങ്ങളോടും അതോടൊപ്പം തന്നെ ഈ പുരസ്കാരത്തിന് അർഹത നേടിയ ജബ്ബാർ മാഷോടും എനിക്കുള്ള സന്തോഷം ആദ്യമേ രേഖപ്പെടുത്തട്ടെ. ഇവിടെ ഒരുപാട് വിശദീകരിച്ച് കഴിഞ്ഞതാണ്. ജോസേട്ടൻ കേരളീയ സമൂഹത്തിൽ യുക്തിവാദ പ്രസ്ഥാനത്തിന് ശക്തി പകരുന്നതിന് വേണ്ടി, ആ ചിന്തകൾക്ക് പ്രചാരം ലഭ്യമാക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെയാണ് ജബ്ബാർ മാഷ്. തൻ്റെ ജീവിതമടക്കം പല വെല്ലുവിളികളെ
നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരിക്കലും ഇത് തൻ്റെ ദൗത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിശക്തമായ രീതിയിൽ തൻ്റെ നിലപാട് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആവേശകരമായ അനുഭവമാണ്. ഇന്ത്യയിൽ വർഗീയത പടർന്ന് പന്തലിക്കുന്നതിന് വേണ്ടിയും അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അത് അതിൻ്റെ വളർച്ചയിൽ വളരെ വലിയ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്ന ഒരു പരിതോവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും അത് പുറമേക്ക് മാത്രമാണ്, എതിരാളികളാണ് എന്ന ധാരണ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആത്യന്തികമായി ഈ രണ്ട് വർഗീയതയും ഒരേ രീതിയിൽ ഒരേ സാമ്പത്തിക സോഴ്സിൽ, ഇപ്പോൾ മുസ്ലിം തീവ്രവാദികൾക്കും ഹിന്ദു തീവ്രവാദികൾക്കും ക്രൈസ്തവ തീവ്രവാദികൾക്കും ലഭിക്കുന്ന സാമ്പത്തിക സ്രോതസ് അത് ഒന്നാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ സാമ്പത്തിക സ്രോതസ്സിൻ്റെ പിൻബലത്തിലാണ് അവ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എമ്പാടും വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മറന്ന് ന്യൂനപക്ഷ വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയാണ് ന്യൂനപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നത് എന്ന ആ വാദഗതിയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ നമ്മൾ സത്യം കാണാതെ പോകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഈ രണ്ട് വർഗീയതയുടെയും അടിസ്ഥാനം സാമ്രാജ്യത്വം നൽകുന്ന സാമ്പത്തിക സഹായമാണ്. ബജ്രംഗദളനും അല്ലെങ്കിൽ RSS സംഘപരിവാർ സംഘടനകൾക്കും മുസ്ലിം ജനവിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ഒക്കെ നിർലോഭമായ സഹകരണങ്ങൾ, സാമ്പത്തിക സഹകരണങ്ങൾ നൽകുന്ന ആ ഇടം അത് ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിപത്തിനെതിരെ അണിചേരുക എന്നുള്ളതും വളരെ വളരെ ദുർഗണം പിടിച്ച ഒരു കർമ്മ പരിപാടിയാണ്. ഇന്ത്യയുടെ ഇന്നത്തെ പൊതു അവസ്ഥ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് എന്നതാണ് വസ്തുത. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും സഞ്ചരിക്കാനായിട്ട് ഇടവന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ത്യയിൽ വർഗീയ ഫാസിസം അത് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും ജനമനസ്സുകളിൽ വളരെ ആഴത്തിൽ വേരൂന്നിക്കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക ദശാസന്ധിയിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പച്ചത്തുരുത്ത് എന്ന് പറയുന്നത് കേരളമായിരുന്നു. അത് നമുക്കറിയാം, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും കേരളത്തെ അടക്കം ആ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാ വിധത്തിലുള്ള വർഗീയ ശക്തികളും ഒരുമിച്ച് ഒരുപോലെ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള കേരളത്തിലുണ്ടായിട്ടുള്ള ഭരണമാറ്റമടക്കം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കേരളം മാത്രം ഇന്ത്യയുടെ പൊതുധാരയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരവസ്ഥ അത് ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചത് ഇന്ത്യൻ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെയാണ് എന്ന് നമുക്കറിയാം. വ്യത്യസ്തമായി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുന്ന ശാസ്ത്രീയമായ അവബോധം അത് ജനങ്ങളെ വ്യാപിപ്പിച്ചുകൊണ്ട്
പ്രവർത്തിക്കണമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും കീഴ്മേ മറിച്ചുകൊണ്ട്, അട്ടിമറിച്ചുകൊണ്ട് അവിടെയൊക്കെ മതപരമായി ചിന്തിക്കുന്ന, അന്ധവിശ്വാസപരമായി ചിന്തിക്കുന്ന, അത്തരം ആചാരങ്ങളിലൂടെ ജീവിതം ക്രമപ്പെടുത്തുന്ന ഒരു ജനതയാക്കി കേരളത്തിലെ ജനങ്ങളെയും തീർക്കുക എന്നുള്ള അജണ്ട വളരെ സമർത്ഥമായി ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ സ്ഥിര കേന്ദ്രങ്ങളിൽ വ്യക്തമായിട്ടുള്ള സ്വാധീനം, അല്ലെങ്കിൽ മതപണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ മത മേലാധികാരികളുടെ ആജ്ഞകൾ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ എല്ലാ മതസംഘടനകളിൽപ്പെട്ട ആളുകൾ, അതിൻ്റെ മേലാധികാരികൾ ഇന്ന രീതിയിലായിരിക്കണം ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം സംജാതമായിരിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചത്, ഇത്തരത്തിലുള്ള ഒരു അവസ്ഥാവിശേഷത്തിലൂടെ കേരളീയ സമൂഹത്തെ അടക്കം മതചിന്തകളിലേക്ക്, വർഗീയ ചിന്തകളിലേക്ക് കൂട്ടിക്കെട്ടാൻ ആ പരിശ്രമം ഇന്ന് വളരെ സജീവമായി അതിൻ്റെ പ്രയോഗദശയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒറ്റപ്പെട്ട ഈ ജബ്ബാർ മാഷോടുള്ള ഒരു വിമർശനം കൂടി അതാണ്. ഒറ്റപ്പെട്ട ഒരു പ്രവർത്തന ശൈലി. ഇവിടെ ജബ്ബാർ മാഷെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് ജബ്ബാർ മാഷെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇസ്ലാം മതത്തിലുള്ള അല്ലെങ്കിൽ ഖുറാനെ കേന്ദ്രീകരിച്ചുള്ള ചിന്തകളിലെ യുക്തിരാഹിത്യത്തെ, മനുഷ്യവിരുദ്ധമായ ആശയങ്ങളെ പൊളിച്ചുകൊണ്ട് സ്ഥാപിച്ച ഒരു ഘട്ടത്തിൽ പോലും മതപരമായ ധ്രുവീകരണം അത് വളരെ ശക്തമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടതാണ്. എല്ലാവരും അത് സമ്മതിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ അതൊരു വസ്തുതയാണ്. മതപരമായ ജാതീയമായ ധ്രുവീകരണം വളരെ ശക്തമായി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നു. വളരെ അപകടകരമായ ഒരവസ്ഥാവിശേഷമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തികേന്ദ്രിതമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ, ജബ്ബാർ മാഷ് അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കുറെ കൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ, ഞാൻ സൂചിപ്പിക്കുന്ന അതുകൂടിയാണ്, എനിക്കറിയില്ല അതിൻ്റെ അന്തർധാരകൾ എന്താണെന്നുള്ളത്, യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ ഒരു നേതാവായിട്ടാണ് ഞാൻ ജബ്ബാർ മാഷെ ആദ്യം പരിചയപ്പെടുന്നത്. പക്ഷേ അതിൽ നിന്നും തെന്നി മാറുകയാണോ എനിക്കറിയില്ല. അങ്ങനെ ആണെങ്കിൽ ആ ശക്തി ഈ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരണം. സംഘടിതമായ ഒരു മുന്നേറ്റത്തിലൂടെ അല്ലാതെ ഒറ്റപ്പെട്ട തുരുത്തുകളായി നമുക്കധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യമല്ല ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ശബ്ദങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും വർഗീയതയെ ചെറുക്കുന്നതിന് വേണ്ടി മതപരമായ, അന്ധവിശ്വാസപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയെടുക്കുന്നതിന് വേണ്ടി, അവിടെയൊക്കെ മനുഷ്യകേന്ദ്രിതമായ ഉണർവുകളെ വാരി വിതറുന്നതിന് വേണ്ടി ഒത്തൊരുമിച്ച് ഒരേ ശബ്ദത്തിൽ ഒരേ പ്രവർത്തന ശൈലിയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ആർജവമാണ് പുതിയ കാലത്ത് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. ആ ഒരു ദൗത്യം യുക്തിവാദി സംഘത്തിൻ്റെ നേതാക്കന്മാരും ജബ്ബാർ മാഷ അടക്കമുള്ളവരും അത് മനസ്സിലാക്കുമെന്നും എല്ലാവരും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് കാണിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നമ്മുടെ പ്രഭാഷകർ ചൂണ്ടിക്കാണിച്ച ചില പേരുകൾ നമ്മുടെ മുമ്പിലുണ്ട്. തസ്ലീമ നസ്രീൻ, അഹമ്മദ് സൽമാൻ റുഷ്ദി പോലെയുള്ള ആളുകളും അവരുടെ ജീവന് വില പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ശൈലി, അത് വില പറഞ്ഞിട്ടേ ഉള്ളൂ. അവരുടെ ജീവൻ അപകടത്തിൽ ഇതുവരെ ആയിട്ടില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ കൽബുർഗിയെ പോലെയുള്ള, പൻസാരയെ പോലെയുള്ള, ലതാ
ലങ്കേഷിനെ പോലെയുള്ള വർഗീയതയ്ക്കും ജാതീയമായ ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പടപൊരുതുന്ന ആളുകൾ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സാമൂഹ്യ സാഹചര്യം, അത് ഇന്ത്യയിൽ സവിശേഷമായ ഒരു സാമൂഹ്യ സാഹചര്യമാണ്. അത്തരം വിപത്തുകളെ കരുത്തോടുകൂടി നേരിടാനുള്ള ആ ഒരു തൻ്റെ ഇടം ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാകണം. അതിന് ജബ്ബാർ മാഷ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് ഒറ്റച്ചരടിൽ കോർത്തിണക്കി മുന്നോട്ട് പോകാനായിട്ട് സാധ്യത വരട്ടെ. ഒരിക്കൽ കൂടി ജോസേട്ടൻ്റെ പേരിലുള്ള ഈ പുരസ്കാരത്തിന് അർഹത നേടിയ ജബ്ബാർ മാഷെ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്ത സി ചന്ദ്രബാബു, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹം ഈ അവാർഡ് നിർണയ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയാണ്. ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ അദ്ദേഹം സംസാരിക്കും. വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, ആദ്യമായി തന്നെ ജബ്ബാർ മാഷെ ഈ അവാർഡ് ലഭിക്കുന്ന ഞങ്ങൾക്കൊരു തർക്കം ഉണ്ടായിരുന്നില്ല. ജബ്ബാർ മാഷ തന്നെയാണ്, വേറെ പേരൊന്നും നിർദ്ദേശിക്കപ്പെട്ട ജബ്ബാർ മാഷക്ക് തന്നെ കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. ഈ അവാർഡ് ഏർപ്പെടുത്തിയ നമ്മുടെ ജോസേട്ടൻ്റെ കുടുംബാംഗങ്ങളും യുക്തിവാദ ജില്ലാ കമ്മിറ്റിയൊക്കെ ഈ അഭിനന്ദനം അർഹിക്കുന്നു. വളരെ ഇപ്പം കുറേ നാളിപ്പം ഈ ഞാൻ എല്ലാ പരിപാടിയിലും യുക്തിവാദവുമായി ബന്ധപ്പെട്ട പരിപാടിയിലൊരു ശ്രോതാവാണ്. ഇത് വളരെയേറെ ഗൗരവമുള്ള, വളരെ ചർച്ച ചെയ്യേണ്ട, വളരെയേറെ പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ, വളരെ പല തലത്തിലായി ഗൗരവമായി പഠിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ വ്യക്തിപരമായ യുക്തിവാദ പ്രവർത്തനം എത്രമാത്രം ഫലപ്രദമാണ്, അല്ല ഇതിൻ്റെ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള കെട്ടുപിണച്ചിൽ, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനുഷ്യനും അവൻ്റെ പട്ടിണിയും അവൻ്റെ പ്രശ്നങ്ങളും ഒക്കെ കൂടി അടിസ്ഥാനപ്പെടുത്തി വേണം ഈ കാര്യങ്ങൾ കാണാൻ. കേവലം യുക്തിവാദം കൊണ്ട് മാത്രം മനുഷ്യ സമൂഹം മുന്നോട്ട് പോകുമെന്ന ചർച്ച യുക്തിവാദ ചിന്താഗതിയുടെ തുടക്കത്തിൽ തന്നെയുണ്ട്. ഇപ്പം നമുക്കറിയാം, ഒരു കുഴപ്പമില്ലാതിരുന്ന ഒരു രാജ്യത്തെ ആക്രമിച്ച് നശിപ്പിച്ച് ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലോകത്ത് ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുന്ന ഒരു കൊച്ചു ദ്വീപിനെ വളഞ്ഞ് ഉപരോധിച്ച് അവിടുത്തെ ആളുകളെ ഇന്ധനമില്ലാതെ ആഹാരമില്ലാതെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത് നമ്മുടെ പത്രത്തിൽ പോലും വാർത്തയാവാതിരിക്കുന്നു. ഞാൻ ക്യൂബയെക്കുറിച്ചാണ് പറയുന്നത്. ഇതൊന്നും നമ്മൾ ചർച്ചാ വിഷയമേ അല്ല. മനുഷ്യരെ ഇപ്പം നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഗാസ മുൻപിൽ കുഞ്ഞുങ്ങളുടെ കാര്യം, ഇതൊക്കെ കൂടെ യുക്തിവാദികളുടെ ചർച്ചാ ചിന്തയിലും പദ്ധതിയിലുമൊക്കെ വരണം. അതുകൂടി കൂട്ടിച്ചേർത്താലേ നമ്മൾ മാനവികമാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. നന്ദി, നമസ്കാരം. നമ്മളെ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീ KM ബേബി അവരെ ക്ഷണിക്കുകയാണ്. വേദിയിലെ ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, യുക്തിവാദ പ്രവർത്തനത്തിന് അതിൻ്റെ സമഗ്ര സംഭാവനയ്ക്ക് യുക്തിവിചാരം ജോസ് സ്മാരക പുരസ്കാരം നേടിയ ജബ്ബാർ മാഷെ ഞാൻ ആദ്യമായി അനുമോദിക്കുകയാണ്. അരനൂറ്റാണ്ടിലേറെക്കാലമായി യുക്തി ചിന്താരംഗത്തും ശാസ്ത്ര ബോധരംഗത്തും പ്രചരണം നടത്തുക എന്നത് ജീവിത ദൗത്യമായി ഏറ്റെടുത്തയാളാണ് ജബ്ബാർ മാഷ്. മഞ്ചേരിക്കടുത്തുള്ള പന്തലൂർ എന്ന് പറയുന്ന ഒരു ഉൾനാടൻ ഗ്രാമമാണ് ജബ്ബാർ മാഷയുടെ നാട്. വായുവിൽ പോലും മതം കലർന്നു കിടക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് ജബ്ബാർ. അതുകൊണ്ട് തന്നെ മുറതെറ്റാതെ നിസ്കാരം അനുഷ്ഠിക്കുന്ന ഒരു തലത്തിലാണ് ബാല്യം കടന്നു പോകുന്നത്. അങ്ങനെ മുറതെറ്റാതെ നിസ്കാരം അനുഷ്ഠിക്കുന്ന കുട്ടി എങ്ങനെയാണ് നിസ്കാരം അവസാനിപ്പിക്കുന്നതെന്ന് ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. താൻ ഭക്ത്യാദരപൂർവം ഓതിക്കൊണ്ടിരുന്ന ഖുർആൻ വചനങ്ങൾ നബിയുടെ ഒറ്റ ബന്ധുവിൻ്റെ കൈയും കാലും സ്വത്തും നശിച്ചു പോകണമെന്നും
അദ്ദേഹത്തിൻ്റെ ഭാര്യ തുലഞ്ഞു പോകണമെന്നും ഉള്ള അർത്ഥമുള്ള വാക്കുകളാണ് എന്നത് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് തൻ്റെ ഈമാൻ നഷ്ടപ്പെടുന്നത്, നിസ്കാരം അവസാനിപ്പിക്കുന്ന അദ്ദേഹം പറയുന്നുണ്ട്. ഞാനിത് പറയുന്നതിനൊരു കാരണമുണ്ട്. അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ജമായത്ത് നേതാവ് പ്രബോധനമെന്ന മാസികയിൽ അതിലെ ചോദ്യോത്തര പങ്ക്തിയിൽ 1987 ജബ്ബാർ മാഷിനെതിരായിട്ട് ഒരു കുറിപ്പ് എഴുതുകയുണ്ടായി. അതൊരു കുറിപ്പല്ല, യഥാർത്ഥത്തിൽ ഒരു കുറിപ്പല്ല. ജബ്ബാർ മാഷ് മാതൃഭൂമിയിൽ എഴുതിയ ഒരു ലേഖനത്തെ ഒരു ചോദ്യമാക്കി മാറ്റുന്നതും ഈ അബ്ദുറഹിമാൻ എന്ന് പറയുന്ന മാന്യനാണ്. കള്ളപ്പേരിലാണത്. അങ്ങനെ കള്ളപ്പേരിൽ ഒരു ചോദ്യമാക്കി മാറ്റിക്കൊണ്ട് അയാൾ തന്നെ അതിന് മറുപടി എഴുതുകയാണ്. അങ്ങനെ മറുപടി എഴുതുമ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ജബ്ബാർ എന്ന് പറയുന്ന മനുഷ്യൻ ജന്മന മതനിഷേധിയായിരുന്നു എന്നാണ്. അന്ന മട്ടിലാണ് അത് തുടങ്ങുന്നത്. അവിടെയും അവസാനിപ്പിക്കുന്നില്ല. ഈ കുട്ടി ഖുറാൻ നിവർത്തി വെച്ച് അതിൽ മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്നുകൂടി അയാൾ അതിൽ എഴുതി വയ്ക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതി വയ്ക്കുന്നത്? എഴുതി വെക്കുന്ന കാരണം നമുക്കറിയാം. ഒരു മതമൗലികവാദിക്ക് ന്യായത്തിൻ്റെയും യുക്തിയുടെയും ബലത്തിൽ ഒരു ചിന്തകനെ എതിർക്കാനാവുകയില്ല. അതുകൊണ്ട് തന്നെ യുക്തിചിന്തയുടെ മുറിവേൽക്കുമ്പോൾ അയാൾ രോഷാകുലനാവുകയും പലപ്പോഴും രക്തക്കറയുള്ള കത്തി വലിച്ചൂരുകയും ചെയ്യും. അത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. തൊട്ടു മുമ്പ് ഹമീദ് സാറ് പറഞ്ഞല്ലോ റുഷ്ദിയുടെ കാര്യം. സാത്താനിക് വേർഡ്സസ് എന്ന് പറയുന്ന നോവൽ 1988 എഴുതിന് ഉണ്ടായ ഫത്വയും അതിനെ തുടർന്ന് ന്യൂയോർക്കിൽ വെച്ച ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ വലത് കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയാണ്. ഇവിടെയും നമുക്കറിയാം 2010 ജൂലൈ മാസം 4-ാം തീയതി തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായിരുന്ന ജോസഫ് സാറിൻ്റെ വലത് കൈ വെട്ടിമാറ്റുന്നത് അദ്ദേഹം ഡിഗ്രി ക്ലാസ്സിലെ ഒരു ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യത്തിൽ മുഹമ്മദ് എന്ന പേര് ഉൾപ്പെടുത്തിയെന്നത് കൊണ്ടാണ്. അങ്ങനെ വെട്ടിമാറ്റുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളാണ്. അതേപോലെ തന്നെ ചാർലി ഹെബ്ഡോ എന്ന് പറയുന്ന ഒരു മാസികയിൽ ഒരു കാർട്ടൂൺ മാഗസീനാണ്. പാരീസിൽ മുഹമ്മദ് നബിയുടെ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പാരീസിലാകെ ഫ്രാൻസിലാകെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ചീള് കേസുകളാണ്. ഈ പറഞ്ഞ കേസുകളൊക്കെ ചീള് കേസുകളാണ്. ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 10,000-കണക്കിന് ആക്രമണങ്ങളും ഹത്യകളും ഹിംസകളും അതിൻ്റെ ചരിത്ര വഴിയിൽ കാണാൻ കഴിയും. അതാണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചരിത്രമുള്ള ഇസ്ലാമിലെ ഖുറാൻ നിവർത്തിവെച്ച് മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞ് അബ്ദുറഹിമാൻ എഴുതുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. അത് മതമൗലികവാദികളിലെ ജിഹാദികൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന പണിയാണ്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട്. ഇത് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് എന്ന് പറഞ്ഞ് നാടകം എഴുതി അഭിനയിച്ച ഇ.കെ. അയ്യമുവിൻ്റെ കാലത്ത് എറനാടാണെങ്കിൽ നമ്മുടെ ജബ്ബാർ മാഷിന് മഞ്ചേരി അങ്ങാടിയിൽ വെച്ച് പണി കിട്ടുമായിരുന്നു. മലപ്പുറം മാറി മഞ്ചേരിയും മാറി. മലപ്പുറവും മഞ്ചേരിയും മാറിയത് എങ്ങനെയാണ്? മതത്തിനും ജാതിക്കും അതീതമായി ഞങ്ങളും നിങ്ങളും ഒന്നാണെന്ന് ബോധം മനസ്സിലേറ്റുന്ന മതേതര മനസ്സിലേക്ക് കേരളത്തിനോടൊപ്പം മലപ്പുറവും വളർന്നു വന്നു അതിനൊപ്പമാണ്. അങ്ങനെ മലപ്പുറം കേരളത്തിനോടൊപ്പം വളർന്നു കൊണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് അബ്ദുറഹിമാൻ്റെ ശൃഗാല ബുദ്ധി നടക്കാതെ പോകുന്നത്. ചില തട്ടുകേടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഹമീദ് മാഷ് പറഞ്ഞല്ലോ തസ്നീം ബാനുവിൻ്റെ കേസിലൊക്കെ. അങ്ങനെ ചെറിയ ചെറിയ പരിക്കുകളല്ലാതെ മേജറായൊരു പണിയും കൊടുക്കാനായിട്ട് ആരും മലപ്പുറത്ത് കത്തിയുമായിട്ട് ഇനിയും ഇറങ്ങിയിട്ടില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ജബ്ബാർ മാഷ് ഖുറാനെ വിമർശിക്കുന്ന ആളാണ്. ജബ്ബാർ മാഷിൻ്റെ ഖുറാൻ വിമർശനങ്ങൾ 10,000-കണക്കിന് ചെറുപ്പക്കാരാണ് കേട്ടിരിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് 10,000-കണക്കിന് ചെറുപ്പക്കാർ ജബ്ബാർ മാഷിൻ്റെ പ്രഭാഷണം കേട്ടിരിക്കുന്നത്? 2 പ്രധാനപ്പെട്ട കരുത്തുകൾ ജബ്ബാർ മാഷക്കുണ്ട്. ഒന്നാമത്തെ കരുത്ത് എന്ന് പറയുന്നത് അറബി പച്ചവെള്ളം പോലെ അറിയാവുന്ന ഒരാളാണ് ജബ്ബാർ മാഷ്.
ഖുറാൻ എന്ന് പറയുന്ന വേദപുസ്തകം മീതെ നിന്ന് താഴോട്ടും താഴെ നിന്നും മീതോട്ടും എങ്ങനെ വേണമെങ്കിലും ഒരു മതപണ്ഡിതനെ പോലെ ഓതാൻ അറിയുന്ന ആളാണ്, അത്രയും ശേഷിയുള്ള ആളാണ് ജബ്ബാർ മാഷ്. ഹദീസുകളും ആയത്തുകളും തഫ്സീറുകളും ഒക്കെ തന്നെ അവയുടെയൊക്കെ നൂറുകണക്കിന് വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ ജബ്ബാർ മാഷ് ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട്. അതൊന്നാമത്തെ കരുത്താണ്. രണ്ടാമത്തെ കരുത്തെന്ന് പറയുന്നത് നിരവധി മാധ്യമങ്ങൾ ഒരേ സമയത്ത് ജബ്ബാർ മാഷ് തൻ്റെ ആശയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പ്രഭാഷണം ഇന്നും ശക്തമായ ഒരു മാധ്യമമാണ്. ജബ്ബാർ മാഷിൻ്റെ പ്രഭാഷണങ്ങൾ പലപ്പോഴും പല വേദികൾ മണിക്കൂറുകളിൽ നീണ്ടുപോകും. അങ്ങനെ മണിക്കൂറുകളിൽ നീണ്ടുപോകുന്ന ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ ജബ്ബാർ മാഷ് നടത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് കണ്ണുമിക്കാതെ ഇവിടെ ഇരുന്ന് പലരും ഉറങ്ങുന്നത് ഞാൻ കണ്ടു. അങ്ങനെയല്ല, ജബ്ബാർ മാഷ് പ്രഭാഷണം നടക്കുമ്പോൾ കണ്ണുമിക്കാതെ നോക്കിയിരിക്കുകയും അതെല്ലാം കേൾക്കുകയും ചെയ്യുന്ന, സാഹൂദയം കേൾക്കുകയും ചെയ്യുന്ന വലിയൊരു ഓഡിയൻസ് ജബ്ബാർ മാഷക്കുണ്ട്. അതുമാത്രമല്ല, മലപ്പുറത്ത് നിരവധി സംവാദവേദികളുണ്ട്. അതൊരുക്കുന്ന ജമായത്തും മുജാഹിദും പോലെ മതമൗലികവാദി സംഘടനകളാണ്. ആ സംഘടനകൾ അങ്ങ് ഒരുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് കാലത്ത് കേരളത്തിൽ നടന്ന ഗുസ്തി മത്സരങ്ങളാണ്. ആ ഗുസ്തി മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആവേശത്തോടുകൂടി ആരാണ് ജയിക്കുക എന്നറിയാൻ ഉള്ള ആവേശത്തോടെ എത്തുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. അതിൽ ഈ സംവാദവേദികളെല്ലാം തന്നെ യുക്തിവാദികളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വിളിച്ചു കൂട്ടുന്ന പരിപാടികളാണ്. ആ പരിപാടികളിൽ പോയിട്ട് വിജയിയായിട്ട് കപ്പടിച്ചു വരുന്ന സ്റ്റാറാണ് ജബ്ബാർ മാഷ്. നിങ്ങൾക്ക് ഈ നിരവധി ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയിൽ കാണാൻ കഴിയും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിരവധി മാധ്യമങ്ങൾ ഒരേ സമയത്ത്, നവമാധ്യമങ്ങൾ ഒരേ സമയത്ത് ജബ്ബാർ മാഷ് ഉപയോഗിക്കുന്നു. വളരെ ആഴത്തിൽ ഖുറാനെ വിമർശിക്കുന്ന, മതത്തെ വിമർശിക്കുന്ന പഠനങ്ങൾ ബ്ലോഗിൽ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നു. ഫേസ്ബുക്കിൽ നൂറുകണക്കിന് ആളുകൾ ശ്രദ്ധിക്കുന്ന സംവാദങ്ങളിൽ നടത്തുന്നു. കത്തിക്കയറുന്ന ചർച്ചകൾ ക്ലബ് ഹൗസിൽ നടത്തുന്നു. നൂറുകണക്കിന് വീഡിയോകളാണ് യൂട്യൂബിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ നൂറുകണക്കിന് വീഡിയോകളിൽ ഒക്കെ തന്നെ ഉദാഹരണത്തിന് ഖുറാൻ മതപഠന ക്ലാസ് 424 വീഡിയോ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. 424 മതപഠന ക്ലാസ് എന്ന് പറയുന്ന, ഖുറാൻ മതപഠന ക്ലാസ് എന്ന് പറയുന്ന വീഡിയോയുടെ 424 പൂർത്തിയായിരിക്കുന്നു. ഒരു വീഡിയോ കണ്ടത് 3,97,563 ആളുകളാണ്. 3,97,563 ആളുകളാണ് ഒരു വീഡിയോ കണ്ടത്. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഖുറാൻ പഠന ക്ലാസിൻ്റെ വീഡിയോകൾ മാത്രമല്ല, ഈ സംവാദങ്ങളുടെയും പ്രസംഗങ്ങളുടെയും നിരവധി വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അങ്ങനെ ഓരോ മാസവും ലക്ഷക്കണക്കിന് ആളുകളുമായിട്ടാണ് ജബ്ബാർ മാഷ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ നിശ്ചിതമായ വിമർശനങ്ങളാണ് ജബ്ബാർ മാഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഖുറാനെതിരായിട്ട് പ്രത്യേകിച്ചും വളരെ ശക്തമായ വിമർശനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഖുറാനെ സംബന്ധിച്ചുള്ള പ്രധാന വിശ്വാസം എന്ന് പറയുന്നത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അന്ത്യപ്രവാചകനായ നബിക്ക് എത്തിച്ചു കൊടുത്തു എന്നാണ്. അന്ത്യപ്രവാചകൻ നബിക്ക് എത്തിച്ചു കൊടുത്ത ഖണ്ഡമായിട്ട് കഷ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എപ്പിസോഡ് കണക്കിന് എത്തിച്ചു കൊടുത്തതാണ് ഖുറാൻ എന്നാണ് ഇസ്ലാം മത വിശ്വാസികൾ വിശ്വസിക്കുന്നത്. പാറക്കെട്ടിലെ ആഴമുള്ള കിണർ പോലുള്ള കുഴിയിൽ മഷി നിറച്ച് 500 ഒട്ടകവർഷം നീളമുള്ള പേന അതിൽ മുക്കിക്കൊണ്ടാണ് അള്ളാഹു ഖുറാൻ എഴുതുന്നത്. 500 ഒട്ടകവർഷം നീളമുള്ള പേന. ഒരു ഒട്ടകവർഷം എന്ന് പറയുന്നത് ഒരു വർഷം നടക്കുന്ന ദൂരമാണ്. അങ്ങനെ 500 ഒട്ടകങ്ങൾ ഒരു വർഷം നടക്കുന്ന ദൂരത്തിൻ്റെ നീളമുള്ള പേന ഒരു പാറയിലെ വലിയ മഷിക്കുപ്പിയിൽ നിറച്ച മട്ടിയിൽ മുക്കിക്കൊണ്ടാണ് അള്ളാഹു എഴുതുന്നതെന്ന് ഖുർആൻ എഴുതിയതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇത് സത്യമല്ല എന്ന് ജബ്ബാർ മാഷ് പറയുന്നു. എന്താണ് സത്യം? 25 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് 40-കാരിയെ ഖദീജയെ
മുഹമ്മദ് വിവാഹം ചെയ്യുന്നത്. സമ്പന്നയായ വ്യാപാരിയായിരുന്നു ഖദീജ. അങ്ങനെ കിട്ടിയ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ നിന്ന് അതിൻ്റെ ഭാഗമായി കിട്ടിയ വ്യാപാരിയായിരുന്നു മുഹമ്മദ്. അതുവരെ ഇളവിൽ നിന്ന് അദ്ദേഹം ഒരു ഗുഹയിൽ തപസ്സിന് പോവുകയാണ്. അങ്ങനെ തപസ്സിരിക്കുന്ന സമയത്താണ് ഈ ഖുറാൻ്റെ കഷങ്ങൾ കിട്ടിയതെന്ന് ആണ് ഖുറാനിൽ പറയുന്നത്. അങ്ങനെ പറയുന്ന ആ ഭാഗത്തെ അക്കാലത്ത് തന്നെ ആളുകൾ നിഷേധിച്ചിരുന്നു. അവർ പറഞ്ഞു, ഇത് മുഹമ്മദ് തന്നെ എഴുതിയുണ്ടാക്കിയതാണ്. കൃത്യമായി അവർ പറഞ്ഞു, ഇത് മുഹമ്മദ് തന്നെ കെട്ടിയുണ്ടാക്കിയതാണ്. ഇവിടെ കെട്ടിയിരിക്കുന്ന കഥകൾ വെച്ചുകൊണ്ട് കെട്ടിയുണ്ടാക്കിയതാണ്. ഇവിടുത്തെ ആചാരങ്ങളാണ് അതിലുള്ളത്. പുതുതായിട്ട് അതിൽ ഒന്നുമില്ല. ഇത് മുഹമ്മദിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ജബ്ബാർ മാഷ് നിരവധി ഉദാഹരണങ്ങൾ പറയുന്നു. മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ നിരവധി ആയത്തുകളെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. പലപ്പോഴും തൻ്റെ അമിതമായ ലൈംഗിക വാസനയെ പോലും ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആയത്തുകൾ അതിൽ നിറയുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ജബ്ബാർ മാഷ് വിശദീകരിക്കുന്നു. നബിക്ക് 48 വയസ്സുള്ളപ്പോഴാണ് ഖദീജ മരിക്കുന്നത്. അങ്ങനെ 48 വയസ്സുള്ളപ്പോൾ ഖദീജ മരിച്ചതിന് ശേഷം 15 വർഷം മാത്രമാണ് നബി ജീവിക്കുന്നത്. ഇങ്ങനെ 15 വർഷം മാത്രം നബി ജീവിക്കുമ്പോൾ അദ്ദേഹം 10 കല്യാണം കഴിക്കുന്നു. ഖദീജ ആയിട്ട് ജീവിച്ച കാലത്ത് വേറൊരു കല്യാണം ഒന്നും കഴിക്കുന്നില്ല, ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്നില്ല. പക്ഷേ ഖദീജ മരിച്ചതിന് ശേഷം അദ്ദേഹം 48 വയസ്സും 63 വയസ്സും അദ്ദേഹം മരിക്കുന്നു. 10 കല്യാണം കഴിക്കുന്നു, 4 വെപ്പാട്ടികളെ സ്വീകരിക്കുന്നു. അത് അവിടെയും നിൽക്കുന്നില്ല, വേറെയും നിരവധി സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നു. അതിനും ഖുറാനിൽ വാക്യങ്ങളുണ്ട്. 30 പുരുഷന്മാരുടെ ശേഷിയാണ് മുഹമ്മദിനുള്ളത്. അതുകൊണ്ട് 2-ാം ദിവസം അസ്തമയം ആകുമ്പോഴേക്കും 10 ഭാര്യമാരെയും 4 വെപ്പാട്ടിമാരെയും തൃപ്തിപ്പെടുത്താനുള്ള ശേഷി മുഹമ്മദിനുണ്ട്. ഇതെല്ലാം ആയത്തുകളായിട്ട് ചിതറിക്കിടക്കും. അങ്ങനെ ഈ ആയത്തുകളിലൊക്കെ തന്നെ, ഹദീസുകളിലൊക്കെ തന്നെ നിറഞ്ഞു കിടക്കുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ താല്പര്യങ്ങളാണ് എന്ന് പച്ചക്ക് വിളിച്ചു പറയുകയാണ് ജബ്ബാർ മാഷ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ ഖുറാൻ എഴുതിയ കാലത്ത് നിലനിന്നിരുന്ന ഗോത്രങ്ങളിലെ ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ് ഖുറാൻ ആധാരമാക്കുന്നത്. അള്ളാഹു എന്ന ദൈവമുണ്ടല്ലോ, അള്ളാഹു എന്ന ദൈവം മക്കയിലെ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം വിശ്വസിച്ചിരുന്ന, പൂജിച്ചിരുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തെ, അള്ളാഹുവിനെ മുഹമ്മദ് കടമെടുക്കുകയാണ്. 1,21,000 പ്രവാചകന്മാരെ ലോകം മുഴുവൻ അയച്ചു എന്ന് പറയുന്ന അള്ളാഹു 1,21,000 പ്രവാചകന്മാരെ ലോകം മുഴുവൻ അയച്ചു എന്ന് പറയുന്ന അള്ളാഹുവിനെ മക്കയിലെ കുറച്ചാളുകളെ ഒഴിച്ച് ആരും അറിയുമായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് അള്ളാഹു സ്റ്റാറാവുന്നത്? ഇസ്ലാമിന് സാമ്പത്തിക സ്വാതന്ത്ര്യവും രാഷ്ട്രീയ ശക്തിയും നേടുമ്പോഴാണ് ഇസ്ലാം ലോകം മുഴുവൻ പരക്കുകയും ലോകത്തെ 2ാമത്തെ മതമായി മാറുകയും അങ്ങനെ അള്ളാഹു സൂപ്പർ സ്റ്റാർ ദൈവമാവുകയും ചെയ്യുന്നത്. ജബ്ബാർ മാഷുടെ വിമർശനങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ ഈ യൂട്യൂബുകളിലെ 100 കണക്കിന് യൂട്യൂബുകളിലെ പ്രഭാഷണങ്ങളിലെ എല്ലാ മത വിമർശനങ്ങൾ പരിശോധിച്ചാൽ കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജനങ്ങളെ ശാസ്ത്രബോധത്തിൻ്റെയും യുക്തിചിന്തയുടെയും അടിസ്ഥാനത്തിൽ പരിഷ്കരിക്കുക എന്ന ധർമ്മം അദ്ദേഹം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലും മനുഷ്യർക്ക് മതേതരമായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിരന്തരമായി അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു മതവും മറ്റൊരു മതവുമായിട്ട് ശത്രുതയ്ക്ക് പോവാത്ത, അവരുടെ ഒരു ദൈവവും മറ്റൊരു ദൈവവുമായിട്ട് ശത്രുതയ്ക്ക് പോവാത്ത ഒരു കാലത്തിന് വേണ്ടിയാണ് അദ്ദേഹം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ വേദപുസ്തകവും നിങ്ങളുടെ ആചാരങ്ങളും ഒക്കെ തന്നെ മറ്റൊരു മതത്തിൻ്റെ ദൈവത്തെക്കാളും ആചാരത്തെക്കാളും ഒട്ടും ഭീതയല്ല എന്ന് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഖുറാൻ വിമർശനങ്ങൾ അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം പറയുന്നു, ഇവിടുത്തെ മുഴുവൻ ആളുകളെയും നിരീശ്വരവാദികളാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറിച്ച്
മുഴുവൻ മനുഷ്യരും സ്നേഹത്തോടെ ജീവിക്കുന്ന, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ എതിർക്കാത്ത അല്ലെങ്കിൽ തള്ളിക്കളയാത്ത, വിവേചനം കാണിക്കാത്തൊരു സമൂഹം. അങ്ങനെയുള്ള സമൂഹം അനീതി നിറഞ്ഞ സമൂഹമാണ്. അനീതിക്കെതിരെ ജ്വലിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യ സമൂഹത്തിന് ജീവിതാർത്ഥപൂർണ്ണമാകുന്നത് എന്ന കാഴ്ചപ്പാട് അദ്ദേഹം അവതരിപ്പിക്കുന്നു. അങ്ങനെ മുഴുവൻ മനുഷ്യരുടെ മനസ്സിലേക്കും മതത്തിൻ്റെ ഇരുട്ട് നിറഞ്ഞ മനസ്സിലേക്ക് വെളിച്ചം കടത്തിവിടാനുള്ള വിപുലമായ പ്രവർത്തനങ്ങൾ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. 10,000-കണക്കിന് മനുഷ്യരിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകനാണ് ജബ്ബാർ മാഷ്. ഇപ്പോൾ അദ്ദേഹം 10,000-കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന വലിയൊരു ബോധവൽക്കരണ പ്രവർത്തനത്തിൻ്റെ ജ്വാലകളെ പടർത്തുന്ന ഒരു വലിയ ചിന്തകനായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം. അങ്ങനെയുള്ള ജബ്ബാർ മാഷയെ യുക്തിവിചാര AV ജോസ് സ്മാരക പുരസ്കാരം തേടിയെത്തുമ്പോൾ അത് വളരെ അന്വർത്ഥമാകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ലഭ്യമാണ്.